സർപ്രൈസ് ആയിട്ട് ഒരാൾ വന്നു. എന്നുവെച്ചാൽ ആൾ കൊച്ചിയിലായിരുന്നു. ഞാൻ പറഞ്ഞു ഓമിക്ക് തന്നെ എന്ത് ഇഷ്ടമാണ്, കഷ്ടമുണ്ട് വരണം. അപ്പം ഇങ്ങനെ പറഞ്ഞു ഒരു വഴിയില്ല വരാൻ. ഞാൻ ഓക്കെ, കാരണം നമുക്ക് ലാസ്റ്റ് മിനിറ്റ് പ്ലാനിങ് ആയിരുന്നല്ലോ. നമ്മളോട് ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ആളൊരു ഭയങ്കര എൻട്രി നടത്തി. അത് കൊള്ളായിരുന്നു. പക്ഷേ കളർ തീം മാത്രം ഓപ്പോസിറ്റ് ആയിപ്പോയി. അതെങ്ങനെയെങ്കിലും ഒന്ന് ചോദിച്ചറിയിക്കാമായി. വെറുതെ ഒരു ഹോട്ടൽ റൂമൊക്കെ എടുത്ത് അവിടെ ഒരു ഹാളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറേ പേരെ വിളിക്കുന്നു. അവരവസാനം വരുന്നു, അവരവസാനം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു. അർജുൻ്റെ അമ്മ കൊടുത്തുവിട്ട് ബീഫ് സ്റ്റൂ ടേസ്റ്റ് ചെയ്യാൻ. അർജുൻ്റെ അമ്മ ബിന്ദു നല്ല കുക്കാണേ. ഒരു ബിരിയാണി കൊടുത്തു. എൻ്റെ അമ്മേ എന്ത് നല്ല ബിരിയാണി ആയിരുന്നോ. ഓമിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഫാനായിരുന്നു. ആ റെസിപ്പി ആക്ച്വലി എനിക്ക് അയച്ചു തന്നു, പക്ഷെ ചെയ്യാൻ പറ്റില്ല. സർപ്രൈസ് ആയിട്ട് ഒരാൾ വന്നു. ആൾ കൊച്ചിയിലായിരുന്നു. ഞാൻ പറഞ്ഞു ഓമിക്ക് തന്നെ എന്ത് ഇഷ്ടമാണ്, കഷ്ടമുണ്ട് വരണം. ഞാൻ പറഞ്ഞു ഓമിക്ക് തന്നെ എന്ത് ഇഷ്ടമാണ്, കഷ്ടമുണ്ട് വരണം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതെ, കെ ഫാമിലിയിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ആളുകൾ നെഞ്ചിലേറ്റുന്ന ഒരു ഫാമിലി തന്നെയായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി എയറിലായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ സോഷ്യൽ മീഡിയയിലുള്ള ഒരു ഫാമിലി. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ ഇങ്ങനൊരു ഫാമിലി അപൂർവമാണ്. അതായത് വീട്ടിലുള്ള എല്ലാവർക്കും ഒരു ചാനൽ. അവരുടെ വീട്ടിൽ അപ്പച്ചി ഒഴികെയുള്ള, അപ്പച്ചിക്ക് ചാനൽ ഉണ്ടോ എന്നറിയില്ല, ഒരുപക്ഷെ ഭാവിയിൽ അപ്പച്ചിയും തുടങ്ങിയേക്കാം. അപ്പച്ചി ഒഴികെയുള്ള എല്ലാവർക്കും ഏതാണ്ട് 7ഓളം ചാനലുകൾ. സിന്ധു ചേച്ചിക്ക് 2 ചാനലുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഓസിക്ക് 2 ചാനലുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 7 അല്ല 8 യൂട്യൂബ് ചാനലുകളും ഇൻസ്റ്റാ ഫേസ്ബുക്ക് അക്കൗണ്ടുകളുമുള്ള ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു സോഷ്യൽ മീഡിയ ഫാമിലി എന്ന് നമുക്ക് ഇവരെ വിശേഷിപ്പിക്കാം. അതേ KKGയുടെ വിവരങ്ങൾ അറിയാനും അവറ്റകളുടെ എയറിൽ പോക്കിന്റെ അപ്ഡേറ്റുകൾ അറിയാനും എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമാണ്. ഏറ്റവും ഒടുവിലായി എയറിൽ പോയത് സിന്ധു ചേച്ചിയായിരുന്നു. ഇപ്പോഴും സിന്ധു ചേച്ചി താഴെ വരാത്തൊരു സാഹചര്യത്തിൽ സിന്ധു ചേച്ചിയെ എങ്ങനെയും വീണ്ടും എയറിൽ നിർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം തന്നെയാണ് അവരുടെ ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. സമ്പൂർണ്ണമായി എയറിൽ തന്നെ സ്ഥിരതാമസമാക്കട്ടെ എന്നുള്ളൊരു മട്ടിലാണ് പ്രേക്ഷകർ. എന്താണ് സംഭവിച്ചത്? ഏറെ ഞെട്ടുളവാക്കുന്ന, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്ത എന്തുകൊണ്ടായിരിക്കാം ഓമി എന്ന് പറയുന്ന ആ ഒരു കൊച്ചിന്റെ ബർത്ത്ഡേക്ക് അശ്വിൻ എന്ന് പറയുന്ന ആ ഒരു പഹയന്റെ അമ്മയായ മീനമ്മയും ഓന്റെ വാപ്പയും എന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ളത് ഒരുപക്ഷെ കേരളം ചോദിച്ച രാജ്യം നടുങ്ങുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു. എല്ലാത്തിനുമുള്ള ഉത്തരം കിട്ടിയിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായും ശ്രദ്ധിക്കുക. അത് ഏറെ ഞെട്ടുളവാക്കുന്നത്, അതായത് നമ്മൾ കരുതിയിരുന്നത് പോലെയല്ല കാര്യങ്ങൾ. നമ്മൾ ധരിച്ചത് എന്താണ്, ഓസിമോൾ പറഞ്ഞത് എന്താണ്, അതായത് മീനമ്മയും മീനപ്പനെയും താൻ ഒഴിവാക്കിയതല്ല ഒരാളെയും, അതായത് പുറത്തു നിന്ന് ഒരു പഹയന്മാരെയും ഒരു ഹമുക്കുകളെയും ഈ ഒരു ചടങ്ങിന് വിളിക്കുന്നില്ല. വീട്ടിലുള്ളവർ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണെന്നാണ് ഓള് പറഞ്ഞത്. ഓളുടെ വേണമെങ്കിലും ഒന്ന് വെക്കാം ഓള് പറയുന്നത്. വെറുതെ ഒരു ഹോട്ടൽ റൂമൊക്കെ എടുത്ത് അവിടെ ഒരു ഹാളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറേ പേരെ വിളിക്കുന്നു. അവരവസാനം വരുന്നു, അവരവസാനം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. ആലോചിക്ക, ഓളുടെ വാക്ക് കേൾക്കാതെ ഈശാനി ആ കടുങ്കൈ ചെയ്തു. അതായത് മീനമ്മയും മീനപ്പനെയും പോലും അശ്വിന്റെ വാപ്പയെ പോലും വിളിക്കാത്ത ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഓസിമോളുടെ അനിയത്തിയുടെ പുയ്യാപ്പിള, അതായത് ഒരു ഭാവി വരൻ, കല്യാണം പോലും കഴിക്കാത്ത ഒരു പഹയൻ ഓനെ ക്ഷണിച്ചിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് വെക്കുക. ഇതുപോലൊരവസ്ഥ ഒരു പേരൻസിനും ഉണ്ടാകാൻ പാടില്ല. മീനമ്മ എന്ന് പറയുന്ന ആ ഒരു അമ്മയുടെ അവസ്ഥ ഒരുപക്ഷെ തമിഴ്നാട്ടിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുംഭകോണത്തോ മറ്റോ ഇരുന്ന് പൊട്ടി ഇതൊക്കെ കണ്ടുകൊണ്ട് ആ ഒരു അമ്മ കരയുന്നുണ്ടാവും. സർപ്രൈസ് ആയിട്ട് ഒരാൾ വന്നു. എന്നുവെച്ചാൽ ആൾ കൊച്ചിയിലായിരുന്നു. ഞാൻ പറഞ്ഞു ഓമിക്ക് തന്നെ എന്ത് ഇഷ്ടമാണ്, കഷ്ടമുണ്ട് വരണം. അപ്പം ഇങ്ങനെ പറഞ്ഞു ഒരു വഴിയില്ല വരാൻ. ഞാൻ ഓക്കെ, കാരണം നമുക്ക് ലാസ്റ്റ് മിനിറ്റ് പ്ലാനിങ് ആയിരുന്നല്ലോ. നമ്മളോട് എന്നാൽ നോക്കുക, പ്രേക്ഷകർ വെറുതെ ഇരുന്നില്ല. കെ ഫാമിലിയിലെ ആരാധകരും അല്ലാത്തവരും കൂടെ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ആരാധകരുടെ കമന്റുകൾ, അതെ, അച്ഛന്റെ പേരൻസിനേക്കാൾ കുഞ്ഞമ്മയുടെ ബോയ് ഫ്രണ്ടിനാണ് ഓമിക്ക് ഇഷ്ടം. അയാളുടെ ഫേസിൽ പുച്ഛം ഓവർലോഡ്. 2100 പേരാണ് ലൈക്ക് ചെയ്തിരിക്കുന്നത്. പുള്ളിക്ക് വെറും പുച്ഛം മാത്രം. അർജുൻ ദേഷ്യം വരുന്നത് കണ്ടു. എന്താണ് അവന്റെ മുഖത്തൊരു പുച്ഛം? അടുത്ത ചിക്കൻ കാലിനുള്ള ആള് റെഡിയായിട്ടുണ്ട്. കുഞ്ഞമ്മയുടെ ബോയ് ഫ്രണ്ടിനെ വിളിക്കാം, കൊച്ചിന്റെ പേരൻസിനെ വിളിക്കാൻ കഴിയൂല.
ഏറെ ദുഃഖകരമായ അവസ്ഥ. ചങ്ങാതി എനക്ക് ടൈമുണ്ട്, ഓടി രക്ഷപ്പെട്ടോടാ നമുക്ക്. എന്നാലും ആ അശ്വിൻ ഓൻ്റെ ഒരു ഗതികേട് കഷ്ടം. ഈ KK ഫാമിലിയുടെ മക്കളെ കെട്ടുന്നവൻ്റെ ഗതികേട് ഏറെ ദുഃഖകരമായ അവസ്ഥ. അടുത്ത ഇര അങ്ങനെ തുടങ്ങി ഏറെ മോശം, കണ്ടാലറക്കുന്ന കേട്ടാലറക്കുന്ന കമന്റുകളാണ് വന്നിരിക്കുന്നത്. അതായത് അധികം പേരും പറഞ്ഞിരിക്കുന്നത് ആദ്യ ബർത്ത്ഡേക്ക് പോലും അശ്വിന്റെ വാപ്പയും മീനമ്മയും വിളിക്കാതിരുന്ന ഈ ഒരു കുടുംബം എന്തുകൊണ്ടാണ് ഒരു ഭാവി വരൻ, അതായത് ഓസിമോളുടെ അനിയത്തിയുടെ അശ്വിന്റെ കുഞ്ഞമ്മയുടെ, അതായത് ഓമിയുടെ കുഞ്ഞമ്മയുടെ ബോയ് ഫ്രണ്ടിനെ വിളിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? അതിനവർ ചൂണ്ടിക്കാട്ടുന്നത് ഓമി തന്നെ ആവശ്യപ്പെടുകയായിരുന്നു. അതായത് തന്റെ കുഞ്ഞമ്മയുടെ ബോയ് ഫ്രണ്ട് എന്തായാലും തന്റെ ബർത്ത്ഡേക്ക് വരണമെന്ന് ഷഡ്യം പിടിക്കുന്ന ഒരു രീതിയിലേക്ക് ഓമി പോകുകയായിരുന്നു. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, പല വിഷയങ്ങളിൽ നമ്മൾ സിന്ധു ചേച്ചിയെ പരിഹസിച്ചിട്ടുണ്ട്, ഏറൽ വിട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ സിന്ധു ചേച്ചി ഇത്തരം പരിപാടികൾ അനുവദിക്കുമെന്ന് തോന്നില്ല. പൊട്ടിത്തെറിച്ചുകൊണ്ടൊരു പക്ഷേ ഓസിമോൾക്കെതിരെ രംഗത്ത് വന്നിരിക്കാം. അതായത് മീനമ്മയും മീനപ്പനെയും വിളിക്കാതെ ഈ ഒരു ഭാവി വരനെ വിളിച്ചത് ഈ ഒരു കടുത്ത അനീതി ഒരു പക്ഷേ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സിന്ധു ചേച്ചി പൊട്ടിത്തെറിച്ചുകൊണ്ട് കടുത്ത താക്കീത് ഈ ഒരു അർജുൻ എന്ന് പറയുന്ന ഈ ഒരു പഹേനും ഇഷാനിക്കും ഓസിമോൾക്കും നൽകിയിരിക്കാം. എങ്ങനെയായിരുന്നു സിന്ധു ചേച്ചിയുടെ പ്രതികരണം? വരട്ടെ. എന്തുകൊണ്ട് നമ്മൾ സിന്ധു ചേച്ചിയെ ഇപ്പോഴും നെഞ്ചിലേറ്റുന്നതിനുള്ള ഒരു ഉത്തരം തന്നെയാകട്ടെ അത്. എങ്ങനെയായിരുന്നു സിന്ധു ചേച്ചി പൊട്ടിത്തെറിച്ചത്? അർജുൻ്റെ അമ്മ കൊടുത്തുവിട്ട ബീഫ് സ്റ്റൂ ടേസ്റ്റ് ചെയ്യാൻ. അർജുൻ്റെ അമ്മ ബിന്ദു നല്ല കുക്കാണേ. കുറച്ച് നാൾ മുമ്പ് ഒരു ബിരിയാണി കൊടുത്തു. എൻ്റെ അമ്മേ എന്ത് നല്ല ബിരിയാണി ആയിരുന്നോ. ഓമിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഫാനായിരുന്നു. ആ റെസിപ്പി ആക്ച്വലി എനിക്ക് അയച്ചു തന്നു, പക്ഷേ ചെയ്യാൻ പറ്റില്ല. ബീഫ് സ്റ്റൂ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. പക്ഷേ ഞാനത് എൻജോയ് ചെയ്തത് ബ്രെഡിൻ്റെ കൂടെ. എനിക്ക് ബ്രെഡിൻ്റെ കൂടെയാണ് ഇഷ്ടം. പക്ഷേ ഞാൻ ഇഷാനി പറഞ്ഞു, എനിക്ക് പത്തിരി അപ്പം ഒക്കെയാണ് ഇഷ്ടം. പത്തിരിയുടെ കൂടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയാം. നല്ലതാ. ഏറഞ്ഞിട്ടുള്ളതാക്കുന്ന ഒരവസ്ഥ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സിന്ധു ചേച്ചി. ഇതൊരിക്കലും താങ്കളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ആരാധകർ രംഗത്ത് വന്നിരിക്കുന്നത്. അതേ, മറ്റൊരു അശ്വിൻ ഉടനെ ഇവിടെ എത്തും. അതായത് മീനമ്മയും വാപ്പയും പോലും വിളിക്കാത്ത ഈ ഒരു ചടങ്ങിൽ തൻ്റെ ഓസിമോളുടെ അനിയത്തിയുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ബിരിയാണി വെച്ചുകൊണ്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെ വിലക്കാതെ ആ ബിരിയാണി വെട്ടി വിഴുകുന്ന, ചിക്കൻ സ്റ്റൂവും അപ്പവും വെട്ടി വിഴുകുന്ന സിന്ധു ചേച്ചിനെയാണ് കാണാൻ സാധിച്ചത്. ഏറെ ദുഃഖകരമായ അവസ്ഥ. അത് എങ്ങനെയായിരിക്കണം തൻ്റെ അമ്മ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നമ്മൾ നെഞ്ചിലേറ്റിയ സിന്ധു മാറുന്നു. എന്നാൽ ആരാധകർ വെറുതെ ഇരുന്നില്ല, പൊട്ടിത്തെറിച്ചുകൊണ്ട്. അതായത് ഈ കണ്ടാലറയ്ക്കുന്ന കമന്റുകളാണ് സിന്ധു ചേച്ചി കയറിയിട്ടിരിക്കുന്നത്. മറ്റൊരു അശ്വിൻ ഉടനെ അവിടെ എത്തും. ഇവർക്ക് സത്യത്തിൽ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല, വല്ലവരും ഉണ്ടാക്കി കൊടുത്താൽ നല്ല രസം. ഓമി ബിരിയാണിയുടെ ഭയങ്കര ഫാനായ എത്രയോ 1 വയസ്സുള്ള ഓമി കുറെ മീനമ്മയെ പുകഴ്ത്തി. ഇപ്പോൾ അർജുന്റെ അമ്മ അശ്വിൻ 2.0 ലോഡിംഗ്. അശ്വിന്റെ ഫാമിലിയെ ബർത്ത്ഡേക്ക് വിളിച്ചില്ല, പിന്നെ അപ്പച്ചിയെ അവമാനിച്ചു. അതുകൊണ്ട് ഈ രണ്ടാൾക്കാരെയും സോപ്പിട്ട ആൾക്കാരെ പറ്റിക്കാൻ പുതിയ ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഇത്രയുമായിട്ടും നിമിഷ്, അർജുൻ എന്നീ പഹയന്മാർ അങ്ങോട്ട് കെട്ടിക്കേറി ചെല്ലുന്നത് എന്തിനാണ്? ഇവരെ ഇഷ്ടമല്ല. അർജുന്റെ വീട്ടുകാർക്ക് ഇതിലും വലുത് വരാനില്ല. ഓമിക്ക് ബിരിയാണി ഇഷ്ടപ്പെട്ടു. ഹൈലൈറ്റ്, 1 വയസ്സുള്ള ഓമി ബിരിയാണി ഇഷ്ടപ്പെട്ട് കഴിച്ചത്രേ. ഏറഞ്ഞിട്ടുളവാക്കുന്ന കണ്ടാലറയ്ക്കുന്ന കമന്റുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കടുത്ത അനീതി ഈ ഒരു ഫാമിലി ചെയ്തിരിക്കുന്നു. ആരോടാണ് ചെയ്തിരിക്കുന്നത്? അതേ, അശ്വിന്റെ വാപ്പയോടും ഉമ്മയായ മീനമ്മയോടും കടുത്ത രീതിയിലുള്ള അനീതി ചെയ്തിരിക്കുന്നു. ഓല വിളിക്കാതെ, തൻ്റെ പേരക്കുട്ടിയുടെ ആ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഓല വിളിക്കാതെ ഈ പറഞ്ഞ കുഞ്ഞമ്മയുടെ ഒരു ബോയ് ഫ്രണ്ടായ അർജുൻ എന്ന് പറയുന്ന ഒരു പഹേനെ വിളിച്ച് ഓല അപമാനിച്ചിരിക്കുന്നു. ഇതുപോലൊരു അവമാനം ഒരു പേരൻസിന് ഉണ്ടാകാൻ പാടില്ല. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് ആദ്യമായിട്ട് വീഡിയോ ആണ്. വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.